ബംഗാളിലെ മുർഷിദാബാദിലെ ഹിന്ദുവേട്ടയ്ക്കിടെ 2 സഖാക്കൾ കൊല്ലപ്പെട്ടു. ഹർഗോവിന്ദ് ദാസ്, അയാളുടെ മകൻ ചന്ദൻ ദാസ്. ഈ 2 പേരെയും മുസ്ലിം അക്രമകാരികൾ വീട്ടിലേക്ക് കയറി വലിച്ചു പുറത്തിറക്കി കുത്തിക്കൊല്ലുകയായിരുന്നു. കുത്തേറ്റ് മരിച്ചു കിടക്കുന്നവരുടെ ചിത്രമൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം CPMൻ്റെ ബംഗാൾ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഈ വീട്ടിലെത്തി അവരെ കണ്ടു. അവർ ഞങ്ങളുടെ സഖാക്കളായിരുന്നു എന്ന് പറഞ്ഞു. കേരളത്തിലെ പാർട്ടി ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. അതെ, കഴിഞ്ഞ ദിവസം മുഹമ്മദ് സലീം പത്രസമ്മേളനം നടത്തിയപ്പോഴും ഈ ഹർഗോവിന്ദദാസ് സഖാവായിരുന്നു, പാർട്ടി അംഗമായിരുന്നു എന്ന് പറഞ്ഞു. വാർദ്ധക്യം കാരണം അംഗത്വം പുതുക്കിയില്ല എന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ പാർട്ടി കുടുംബമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൊന്നിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്, ജിഹാദിസ്റ്റുകളൊക്കെയാണ് കൊന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഈ പോലീസ് പ്രവർത്തിച്ചില്ല, സ്വതന്ത്ര അന്വേഷണം വേണം, നഷ്ടപരിഹാരം കൊടുക്കണം, സുപ്രീം കോടതിയിൽ വഖഫ് നിയമത്തിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും മുഹമ്മദ് സലീം പറഞ്ഞു. അപ്പോൾ അവിടെ ഈ മറ്റേ മുസ്ലിങ്ങൾക്ക് വേണ്ടതൊക്കെ മുഹമ്മദ് സലീം ചെയ്യുന്നുണ്ട്. ഈ സഖാവായ ഹിന്ദുവിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും പാർട്ടി ചെയ്യുന്നതായിട്ട് വീട്ടിൽ പോയി കണ്ടല്ലോ. വീട്ടിൽ പോയി കണ്ടതോടുകൂടി തീർന്നോ? അത് മതി. അങ്ങനെയാണെങ്കിൽ 2 മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല ഇത്. മുഹമ്മദ് സലീം പറയാണ് മുസ്ലിങ്ങളുടെ മൗലികാവകാശത്തിൻ്റെ പ്രശ്നമാണ് ഇത്. വഖഫിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. BJPയും തൃണമൂലും കൂടി മതപരമായി ജനങ്ങളെ വിഘടിപ്പിക്കുകയാണ്. പട്ടാളം രംഗത്തിറങ്ങണം. അവിടെ CAPF ഉണ്ട്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സൊക്കെ ഉണ്ട് പറയുന്നു. അപ്പോൾ ഈ മുർഷിദാബാദ് എന്ന് പറഞ്ഞ സ്ഥലം സത്യത്തിൽ CPM ബംഗാളിൽ കാര്യമായിട്ടില്ലെങ്കിലും മുർഷിദാബാദിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്നു പാർട്ടി. മത്സരിച്ചത് ഈ മുഹമ്മദ് സലീം തന്നെ 2ാം സ്ഥാനത്ത്. അപ്പോൾ പാർട്ടിക്ക് സ്വാധീനമുള്ളൊരു സ്ഥലമാണ് മുർഷിദാബാദ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂലിൻ്റെ അബു തഹർ ഖാൻ ആണ് ജയിച്ചിരിക്കുന്നത്. മുർഷിദാബാദിൽ 44.27% വോട്ട്. മുഹമ്മദ് സലീമിന് 33.62% വോട്ട്. അത്രയും വോട്ട് ഉണ്ട് അവിടെ. 21.8% പക്ഷെ കൂടി മുഹമ്മദ് സലീം നിന്നപ്പോൾ വോട്ട്. ഗൗരി ശങ്കർ ഘോഷ് കമ്മ്യൂണൽ വോട്ടാണ്. മുഹമ്മദ് സലീം ആയതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം അയാൾക്ക് വോട്ട് ചെയ്തു. അതെ, അല്ലാതെ CPMന്റെ വോട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഈ മുർഷിദാബാദ് ജില്ല മുസ്ലിങ്ങൾ 66.27% ജനസംഖ്യയിൽ. മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ് അത്. ഹിന്ദുക്കൾ 33.21% മാത്രമാണ് അവിടെ. ആ 33%-ൽ കുറേ എണ്ണം കോൺഗ്രസ് ആണ്, കുറേ എണ്ണം CPM ആണ്, കുറേ എണ്ണം തൃണമൂലാണ് ഒക്കെയാണ്. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള ഒരു 10-15% കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ അക്രമം മുഴുവൻ ഉണ്ടാകുന്നത്. ഹിന്ദുക്കളെ വിട്ട് CPMനെ ഇപ്പോൾ കാര്യമാക്കേണ്ട കാര്യമില്ല. ഗൗരി ശങ്കർ ഘോഷ് BJP 18.94%. 18% അല്ലെങ്കിൽ 19% BJPക്ക് ഉള്ളത്. 1.89% കൂടുതലായിരുന്നു. അതെ, അത് ഈ വോട്ടർമാരുടെ എണ്ണമൊക്കെ കൂടുമല്ലോ. ഇതിൽ ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPMൻ്റെ ഇരട്ടത്താപ്പ്. എന്തു പറ്റിയെന്ന് വെച്ചാൽ ഹരിയാനയിൽ 2017 ജൂലൈയിൽ ട്രെയിനിലൊരു ജുനൈദ് കുത്തേറ്റ് മരിച്ചു, ഹരിയാനക്കാരൻ. അപ്പോൾ ആ ജുനൈദിൻ്റെ കുടുംബം വന്നിട്ട് കേരള ഹൗസിൽ ഡൽഹിയിൽ പിണറായി വിജയനെ കണ്ടു. ഞങ്ങൾക്ക് ഹരിയാനയുടെ സഹായം വേണം, പക്ഷെ നിങ്ങളുടെയും ഒക്കെ സഹായം വേണം എന്ന് പറഞ്ഞു. കണ്ടത് 2017 ജൂലൈ 26 എന്ന് പഴയ റിപ്പോർട്ടുകളിൽ കാണാം. ജുനൈദിന് വലിയ സഹായം അന്ന് CPM വാഗ്ദാനം ചെയ്തു. അപ്പോൾ ജുനൈദ് മുസ്ലിമാണല്ലോ. പക്ഷെ ഹർഗോവിന്ദദാസ് പാർട്ടി കുടുംബം, അതിന് പാർട്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തതായിട്ട് റിപ്പോർട്ടുകളിൽ നിന്ന് കാണുന്നില്ല. അങ്ങനെയാണ് ഇരട്ടത്താപ്പ് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഫരീദാബാദിൽ ബല്ലഭ്ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള കുടുംബമാണത്. ട്രെയിനിൽ ജുനൈദ് യാത്ര ചെയ്യുന്നതിനിടെ ഒരു കൂട്ടം ജുനൈദിൻ്റെ സഹോദരന്മാർക്കെതിരെ വർഗീയ അധിക്ഷേപം നടത്തി എന്നീ കുടുംബം വന്നിട്ട് പിണറായി വിജയനോട് പറഞ്ഞു.
അതിന്റെ ന്യായാന്യായങ്ങൾ കുടുംബം നമുക്കറിയില്ല. സ്വമേധയാ വന്നൊന്നുമല്ല, സ്വമേധ- ഒരു PR-ന്റെ ഭാഗമായി ഒരു സംഘം ആളുകൾ പിണറായി എടുത്ത് കൊണ്ടുപോയതാണ്. കൊണ്ടുപോയതാണ്. പക്ഷെ ഹരിയാനയിലെ ഏരിയ കമ്മിറ്റി ഒന്നും ഇല്ലെന്ന് ഹരിയാന എനിക്കറിയാം. ഏരിയ കമ്മിറ്റി അല്ല സാർ. അതായത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം അപ്പീസ്മെന്റിന്റെ ആളാണ് പിണറായി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവരെ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് വലിയ വാർത്തയാക്കി കേരളത്തിലെ മുസ്ലിങ്ങളോട് പറയാം, കണ്ടില്ലേ രാജ്യത്തെവിടെയും മുസ്ലിങ്ങൾക്ക് നേരെ എന്തെങ്കിലും നടന്നാൽ പിണറായി വിജയനും പാർട്ടിയും ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ അതായത് കേരളത്തിലെ മുസ്ലിം പ്രീണനത്തിനെ കൂടി അത് സഹായിക്കും അതെ, എന്നുണ്ടല്ലോ. അതെ, അതാണ് ഞാൻ ഞങ്ങളുണ്ട് പറഞ്ഞത്. നിങ്ങളുടെ കൂടെ എന്നുള്ള പ്രഖ്യാപനമാണത്. അപ്പൊ അക്രമികൾ ദേശവിരുദ്ധര്, നിങ്ങൾ ദേശവിരുദ്ധരാണ്, ബീഫ് കഴിക്കുന്നവരാണ്, ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. ഇന്നലെ ഇങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് അല്ല, വാർത്ത വന്ന് ട്രെയിനിലിരുന്ന് ബീഫ് കഴിച്ചതിന് കുത്തിക്കൊന്നു എന്നാണ്. അതെ. പിന്നീടാണ് കുടുംബം അടക്കാണെന്ന് മനസ്സിലായത്. അത് എന്ന് സഹോദരന്മാര് പറഞ്ഞു. അപ്പോൾ മതേതര സമൂഹം ഒപ്പം നിങ്ങളുടെ കൂടെ നിൽക്കും, ഉണ്ടാവും എന്ന് പിണറായി വിജയൻ വാക്ക് കൊടുത്തു. ഫേസ്ബുക്ക് പോസ്റ്റ് പിണറായി വിജയൻ്റെ ഉണ്ട്, ഇങ്ങനെ വാക്ക് കൊടുത്തു ഈ കുടുംബം വന്നാക്കാൻ. മാതാപിതാക്കൾ ജലാലുദ്ദീൻ, സൈറ, സഹോദരങ്ങൾ ഹാഷിം, ഷക്കീർ, ബൃന്ദ കാരാട്ടും പിണറായി വിജയൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അന്നത്തെ റിപ്പോർട്ടുകളിലുണ്ട്. ഹരിയാനയിലെ ഗഡി ഗ്രാമത്തിൽ കുടുംബം ഒരു പഠന കേന്ദ്രം പണിയും, അതിന് CPM സഹായം കൊടുക്കും എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഈ അഭിമന്യുവിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതെ അതെ, എത്ര കിട്ടിയെന്നും എത്ര കൊടുത്തെന്നും എത്ര ചെലവാക്കിയെന്നും എത്ര മിച്ചം വന്നു ഒക്കെ അറിയാം. മിച്ചം വന്നത് എന്ത് ചെയ്തു എന്നും അതെ, അതൊക്കെ അറിയാം. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ വെക്കണമല്ലോ. ഇവരെന്തുകൊണ്ട് ഈ പാർട്ടി കുടുംബത്തിനെ, ഈ ഹിന്ദു കുടുംബത്തിനെ ഈ മുർഷിദാബാദിൽ കലാപത്തിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ട ഈ ഹരഗോവിന്ദദാസിൻ്റെ സഖാവ് ഹരഗോവിന്ദദാസിൻ്റെ കുടുംബത്തിനെ എന്തുകൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ല? അതൊരു ചോദ്യമാണ്. ഈ ചോദ്യം മുമ്പൊരിക്കൽ വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചിരുന്നു. മാൻഹോളിൽ ഇറങ്ങിയപ്പോൾ മരിച്ചുപോയൊരു നൗഷാദ് മരിച്ച ഉടനെ, അത് അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു, 10 ലക്ഷം രൂപ ഓഫർ ചെയ്തു. എറണാകുളം ജില്ലയിൽ ഒരു കടത്തുവഞ്ചി മറിഞ്ഞ ഒരു മനുഷ്യൻ, പേര് ഹിന്ദുവിൻ്റെ പേരാണ്, മരിച്ചിട്ട് മാസങ്ങളോളം ആ കുടുംബം കൈ നീട്ടാവുന്നിടത്തെല്ലാം കൈ നീട്ടിയിട്ട് വലിയ വിവാദവും വാർത്തയായപ്പോൾ കിട്ടിയത് ഇതിൻ്റെ 4/1, 10 ലക്ഷത്തിൻ്റെ 4/1 താഴെ തുകയാണെന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യം, ഞാൻ സബ്ജക്ട് ടു കറക്ഷൻ. ഏതായാലും 10 ലക്ഷമല്ല, 5 ലക്ഷവും അല്ല. അപ്പോഴാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്, കണ്ടില്ലേ നൗഷാദ് ആണെങ്കിൽ സ്പോട്ടിൽ 10 ലക്ഷം കൊടുക്കും, അതേസമയം ഹിന്ദുവിൻ്റെ പേരുള്ള ഒരാളാണെങ്കിൽ കിട്ടത്തില്ല, അതിൻ്റെ കിട്ടിയാൽ തന്നെ അതിൻ്റെ 4/1 താഴെ കിട്ടത്തുള്ളൂ, അതും പിന്നാലെ നടന്ന് വിലപിച്ച് കാലുപിടിച്ച് നടന്നാൽ മാത്രം എന്ന് പറഞ്ഞതിന് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തു. പോലീസുകാരൻ ലീവ് എടുത്തു പോയി ഇല്ലേ? വെള്ളാപ്പള്ളി ഒന്നും അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ SI ലീവ് എടുത്തു പോയി എന്ന് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതി കേസ് വന്നു. ഹൈക്കോടതി പറഞ്ഞു, ഈ പറഞ്ഞതിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പം, അതിനകത്ത് എന്താ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നത്? എന്താ അങ്ങനെ കേസെടുക്കുക? വർഗീയ വിദ്വേഷം, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നടപടി ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരള സർക്കാരാണ്. കാരണം ഒരു പേരുള്ള ആള് അപകടത്തിൽ മരിച്ചാൽ അതിന് 10 ലക്ഷം, മറ്റൊരു പേരുകാലം മരിച്ചാൽ ഉടനെ കൊടുക്കത്തുമില്ല, അതിൻ്റെ പിന്നാലെ നടക്കുകയും വേണം, കൊടുക്കുന്നത് 4/1. ഇത് വർഗീയ സ്പർദ്ധ, ഈ കാര്യം പറയുന്നത് വർഗീയ സ്പർദ്ധ ഉണ്ടാകുമെങ്കിൽ ഈ ചെയ്തി വർഗീയ സ്പർദ്ധ ഉണ്ടാക്കത്തില്ലേ? അതെ, ഇപ്പോ അതെ, അത് ശരിക്കും മതപ്രീണനമാണ്. ഇത് മാർക്സിസത്തിന്റെ ഭാഗമോ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമോ ഒന്നും അല്ല. പിന്നെ മുസ്ലിങ്ങൾ മിണ്ടരുത്, മതേതരത്വം തകരും. മതേതരത്വം തകരും. പിന്നെ ഇതിൽ വേറൊരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോ പാർട്ടിക്ക് മുസ്ലിങ്ങളെയും വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല, മുസ്ലിങ്ങൾക്ക് പാർട്ടിയെ വേണ്ട. അതാണ് കാരണം. ഇപ്പൊ മുസ്ലിം ലീഗിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. MK മുനീർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓർക്കുന്നില്ലേ? ഈ CPM-ന്റെ മുസ്ലിം പ്രീണനം, കാല് നക്ക്, ചെരുപ്പ് നക്കല്, പിന്നെ എന്തെങ്കിലും നക്കാനുണ്ട് അതെല്ലാം നക്കല് കഴിഞ്ഞിട്ട് കണ്ട് മടുത്ത് മുസ്ലിങ്ങൾ പോലും CPM-നെതിരായത്. എന്ത് MK മുനീർ പറഞ്ഞാണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊരു മതപ്രീണന വർത്തമാനമായിരുന്നു പിണറായി വിജയൻ്റെത്. ജയ്ഹിന്ദ് എന്ന് പറഞ്ഞത്. അതെ, ജയ്ഹിന്ദ് ചമ്പകരാമൻ പിള്ളയാണ് ജയ്ഹിന്ദ് എന്ന് പറഞ്ഞിട്ടൊരു പ്രക്ഷേപണി പ്രസംഗത്തിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം 30 കൊല്ലത്തിന് ശേഷം മറ്റു ജനിച്ചൊരു മുസ്ലിമാണ് ജയ്ഹിന്ദ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ അസംബന്ധമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. മുസ്ലിങ്ങൾ കൂടെ നിന്നില്ല. ഇപ്പോൾ മുസ്ലിങ്ങളെയും വേണ്ട.
ഇതാണ് ഈ പാർട്ടിയുടെ തനിനിറം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിന്ദുവായി പോയെങ്കിലും ഈ ദാസ് ഒരു സഖാവാണ്. അത് വേറെ കാര്യമുണ്ട്. സഖാവായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിലെ കലാപം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ബംഗ്ലാദേശ് പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ പേര് ഹിന്ദു ആയത് കാരണം കൊന്നു കെട്ടിത്തൂക്കി. ബംഗ്ലാദേശിലെ ഒരു ഗായകൻ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാളുടെ പേര് ഹിന്ദുവാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്, അയാളുടെ വീട് കത്തിച്ചു. ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പേര് ഹിന്ദുവിൻ്റെ ആണോ, നീ ജനിച്ചത് ഹിന്ദു മാതാപിതാക്കൾക്കാണോ, നിന്നെ കൊല്ലും. ഇതാണ് ജിഹാദികളുടെ അജണ്ട. ഇത് പാർട്ടിയുടെ പൈതൃകവും കൂടിയാണ്. കാരണം താഷ്കൻഡിൽ ഈ എം.എൻ. റോയി പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഇത് തുർക്കിയിൽ ജിഹാദിന് പോയ കുറെ ആളുകൾ താഷ്കൻഡിൽ എത്തിയിരുന്നു. കാരണം തുർക്കിയിലേക്ക് കയറ്റുന്നില്ല ഇവരെ. നമുക്ക് എന്ത് അടുത്ത പണി? താഷ്കൻഡിൽ ഈ മുസ്ലിങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് പാർട്ടി ഉണ്ടാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. അപ്പൊ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എം.എൻ. റോയിയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എം.എൻ. റോയിയെ ഇവരാരും ഓർക്കുന്നില്ല, മറന്നുപോയി. ആ പേര് പോലും ഇന്നത്തെ സഖാക്കൾക്ക്, ഡിവൈഎഫ്ഐ സഖാക്കൾക്കും എസ്.എഫ്.ഐക്കാർക്കും അറിയത്തില്ല. എം.എൻ. റോയി ആണ് നിന്റെയൊക്കെ പാർട്ടിയുടെ അപ്പൻ. അതെ. എന്നിട്ട് അത് താഷ്കൻഡിൽ വെച്ചുണ്ടാക്കി ഖിലാഫത്തിന് പോയ മുസ്ലിങ്ങളെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതാണ് സംഭവം. അപ്പോൾ ഏതായാലും സഖാക്കൾ ഓർമ്മിക്കേണ്ട കാര്യമുണ്ട്. ഏത് സഖാവാണെന്ന് പറഞ്ഞാലും ഹിന്ദു ആണെങ്കിൽ ഇസ്ലാമിക ഭരണം വരുമ്പോൾ നിന്റെ വിധി കൊല്ലപ്പെടുക എന്ന് തന്നെയാണ്. കാരണം നീ കാഫിർ തന്നെയാണ്. അപ്പോൾ ബംഗാളിലെ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. പിണറായി വിജയൻ കൊടുത്താലല്ലേ ആ പാർട്ടി അവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹിന്ദു ആണെങ്കിൽ കൊടുക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.